പലഹാരങ്ങളുടെ നാടായ പൊന്നാനിയിൽ നിന്നുള്ള ഒരു വിഭവമാണ്. പേരുകൊണ്ടും രുചി കൊണ്ടും ഒരുപോലെ വ്യത്യസ്തമായ പൊന്നാനിക്കാരുടെ പ്രിയപ്പെട്ട ചിരട്ടമാല. ഒരു കട്ടനും കൂട്ടി അടിച്ചാൽ ആർക്കും പ്രിയപ്പെട്ടതായി മാറുന്ന ചിരട്ടമാല തയ്യാറാക്കാൻ പോയിരിക്കുന്നത് നമ്മുടെ മലപ്പുറത്തെ റിപ്പോർട്ടർ വാർത്താ സംഘമാണ്. പലഹാരങ്ങളുടെ നാടാണ് പൊന്നാനി. ഒട്ടനേകം പലഹാരങ്ങൾക്ക് ജന്മം നൽകിയത് പോലും പൊന്നാനിയാണെന്നാണ് പറയാറ്. ആ പൊന്നാനിയിലെ ഒരു വിഭവമാണ് ഇന്ന് ഈവനിംഗ് ഷോയിൽ റിപ്പോർട്ടർ പരിചയപ്പെടുത്തുന്നത്. തനതായ പാരമ്പര്യ ശൈലിയിൽ തന്നെ നിർമ്മിക്കുന്ന ഒരു വിഭവം കൂടിയാണിത്. നമ്മുടെ ഈ മുമ്പിൽ കാണുന്ന ചിരട്ടമാല, അതിൻ്റെ വിശേഷങ്ങളാണിത്. എന്താണ് ഈ ചിരട്ടമാല എന്ന് പേര് പറയാൻ കാരണം? ഇത് ചിരട്ടയിലാണ് ഇത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടായിരിക്കാം പഴയ കാലത്ത് ഇത് ചിരട്ടമാല എന്ന് പറയാൻ കാരണം. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? ഇതിലിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് 10 കോഴിമുട്ട, 400 ഗ്രാം പഞ്ചസാര, പിന്നെ ഇതിൽ നമ്മൾ 2 ഏലക്കായയുടെ പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. മൈദ നമ്മൾ ഈ കോഴിമുട്ടയുടെ പഞ്ചസാര നനവിനനുസരിച്ചിട്ടാണ് നമ്മൾ മൈദ അടിച്ചെടുത്തിട്ടുള്ളത്. ഇവിടുത്തെ പൊന്നാനിക്കാരുടെ സ്ഥിരം വിഭവമാണോ ഇത്? പൊന്നാനിക്കാരുടെ എന്ന് പറയുന്ന സ്ഥിര വിഭവമാണ്, ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ്. ഇവിടെ പൊന്നാനിയിൽ മുട്ടപ്പത്തിരി എന്ന് പറഞ്ഞ പോലെ തന്നെ ചിരട്ടമാല ഒരു മെയിൻ ഇതാണ്. സ്ഥിരമായിട്ട് ആവശ്യക്കാരുള്ള ഒരു വിഭവമാണ്. എന്നും ഇതിന് ആവശ്യക്കാരാണ്. നമ്മൾ എത്ര ഉണ്ടാക്കി കഴിഞ്ഞാലും അതാ ഒരു ദിവസം തന്നെ അത് കഴിഞ്ഞിട്ടുണ്ടാവും. അത് കട്ടൻ ചായൻ്റെ കൂടെ മെയിനായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണത്. എന്തായാലും ഒരു സുലൈമാനിയും കൂട്ടി അടിക്കാൻ പറ്റിയ ഏറ്റവും വിഭവമെന്നാണ് ഈ പറയുന്നത് പോലെ തന്നെ. ഇതിങ്ങനെ മാല തന്നെയാണ്, ചിരട്ട കൊണ്ടുണ്ടാക്കുന്ന പോലെയാണെങ്കിൽ തീരാത്ത അത്ര മാല. കുട്ടികൾക്കൊക്കെ ഒരു പക്ഷേ ഭയങ്കരമായി മാറാവുന്നൊരു വിഭവം തന്നെയാണ്. നമ്മൾ കഴിച്ച് നോക്കുകയാണെങ്കിലും ഭയങ്കര സോഫ്റ്റാണ്. ഞാൻ കഴിച്ച് നോക്കി, നല്ല സോഫ്റ്റാണ്. ഒരു ചെറിയൊരു മധുരവും ഒക്കെ പാടുള്ള ടേസ്റ്റാണ്. എന്തായാലും ആ പേരിനെ അർത്ഥത്താക്കുന്ന ഒരു വിഭവം തന്നെയാണ്. ചിരട്ട കൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം പോലും. ആധുനികമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് പല ഉപകരണങ്ങളുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ഇപ്പോഴും ഇത് നിർമ്മിക്കുന്ന ചിരട്ട കൊണ്ടാണ്. മാത്രമല്ല പൊന്നാനിക്കാരുടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. മറ്റേ വലിയൊരു അധിനിവേശവും കടന്നുകയറ്റം ഇപ്പോഴും ഈ ചിരട്ടമലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ രുചിഭേദം വേണ്ടവർ ഇനിയും പൊന്നാനിയിലേക്ക് വരിക എന്നുള്ളതാണ് പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം. ഈ ചിരട്ടമാല കഴിക്കണമെങ്കിൽ ഒന്നുകിൽ പൊന്നാനിക്ക് പോകണം, അല്ലെങ്കിൽ പൊന്നാനിയിൽ നിന്ന് ചിരട്ടമാല ആരെങ്കിലും ഇവിടെ എത്തിച്ചു തരണം. അതുണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം.